ജയറാമേട്ടൻ്റെ ഒരുപാട് സിനിമകൾ നമുക്ക് ഒരുപക്ഷെ ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റാത്ത അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്, അത്രയും ഡയറക്ടേഴ്സും ഉണ്ട്. അവരിലൊരു കാര്യം ഞാൻ കുസൃതിയായിട്ട് ചോദിക്കുകയാണ്. അവരിൽ രണ്ടുപേരുണ്ട്, വിശ്വനാഥനും മറ്റേ ഉത്തമനും ഉണ്ട്. ഇത് രണ്ടുപേരിൽ നമ്മൾ കാണുന്നത് അപരനാണ് കുറച്ചുകൂടെ പവർഫുൾ ക്യാരക്ടർ, വിശ്വനാഥൻ പാവമാണ്. ശരിക്കും ജയറാമേട്ടൻ ആ സിനിമ കാണുന്ന സമയത്ത് ജയറാമേട്ടൻ്റെ മനസ്സിൽ ആരോടായിരുന്നു കൂടുതൽ ഇഷ്ടം? നമുക്കെല്ലാം ഇഷ്ടം തോന്നുന്ന ഉത്തമനോടാണ്. ഹീറോയിസിനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. പക്ഷെ ഇയാളുടെ നിസ്സഹായ അവസ്ഥ, പാവം ചെല്ലുന്ന സ്ഥലത്തെല്ലാം പെട്ടുപോകുന്നത്. അതെ, എന്തൊരു ബ്രില്യൻ സ്ക്രിപ്റ്റ് അല്ലേ? അതെ അതെ, അടിപൊളിയാണ്. അതെ, മറ്റു ഭാഷകളിലൊക്കെ എടുത്തിട്ടുള്ളവരിങ്ങനെ പറയും. തമിഴിൽ സത്യരാജ് സാറാണ് അഭിനയിച്ചത്, മനിതൻ മാറിവിട്ടാൽ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ സത്യരാജ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ ഓരോ ഷോട്ടിനെ കുറിച്ചും, പത്മനാഭ സാറിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസിനെ കുറിച്ചൊക്കെ. അതേപോലെ തന്നെയാണ് ഇന്നലെയിൽ ഇതേപോലെ രണ്ടുപേര്, സുരേഷ് ഗോപി ചെയ്ത ക്യാരക്ടർ, ജയറാമേട്ടൻ ചെയ്ത ക്യാരക്ടർ. ഈ ശോഭന ആരെ കൂടെ പോകുന്നതായിരുന്നു കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സ് ജയറാമേട്ടൻ്റെ, കാരണം അതാണല്ലോ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് പുള്ളി വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും കൂടെ മനസ്സ് പോകുന്നുണ്ട്. ജയറാമേട്ടൻ്റെ വ്യക്തി എന്നുള്ള രീതിയിൽ ആരോ കൂടെയായിരുന്നു മനസ്സ്? അതായത് എനിക്ക് ടെൻഷനായിട്ട് ഞാൻ പത്മനാഭ സാറിൻ്റെ വീട്ടിലിരിക്കുക, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ, സാറിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. ഇന്നത്തെ പോലെ മൊബൈലിൽ പെട്ടെന്ന് വിളിക്കാനൊന്നുമില്ലല്ലോ. സിനിമയിൽ കഴിഞ്ഞാൽ വീട്ടിൽ ഇവിടെ വന്ന അഭിപ്രായം പറയുന്ന ആൾക്കാർ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ടെൻഷൻ ഉണ്ടോടാ? ഉണ്ട്, നല്ല ടെൻഷനുണ്ട്. പേടിക്കണ്ട, അത് സുരേഷ് ഗോപിയുടെ കൂടെ അവസാനം അവൾ പോകണം എന്നാണ് തിയേറ്ററിലിരിക്കുന്നവരുടെ മുഴുവൻ ആഗ്രഹമെങ്കിൽ ഈ പടം ഓടില്ല. നിൻ്റെ കൂടെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ 50% പേര് ആഗ്രഹിച്ചാൽ മതി, ഈ സിനിമ സക്സസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് അവളുടെ ലിപ്സ്റ്റിക് പൊട്ടിൻ്റെയും ഇത് എൻ്റെ മുഖത്തുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഇതല്ലല്ലോ എന്ന് ചോദിക്കും. പുള്ളി അതാണ് നോക്കുന്നത് ആദ്യം. ഞങ്ങൾ അടുത്ത് പോയിട്ടൊരു ഫിസിക്കൽ ടച്ച് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. സുരേഷ് ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റ്. എന്തായിരുന്നു അതേ സാധനം തന്നെയാണ് ഈ രാധാമാധവത്തിൽ രണ്ടുപേര്. ഹരിയോട് നമ്മുടെ ചെറുപ്പത്തിൻ്റെ മനസ്സാണ് നമുക്ക് ആ സമയത്ത്. അപ്പോൾ ഹരിയോടാണ് നമുക്ക് കൂടുതൽ കൂറ്. എന്നാൽ അവിടെ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ നിൽപ്പുണ്ട്, ലെജൻഡ്. ആക്ച്വലി അയാളുടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ നീതിബോധത്തിൻ്റെ ഭാഗമാണ്. ഈ സിനിമയിലും ഇതേപോലെ ക്യാരക്ടർ ഒബ്സർവ് ചെയ്യുമ്പോൾ ആരോ കൂടെ ആയിരിക്കും ജയറാമേട്ടൻ്റെ മനസ്സെന്നുള്ളത്? അയ്യോ, എനിക്ക് കാരണം സുധച്ചിറ്റയുടെ കൂടെ നടക്കുന്ന ഹരി ഉണ്ടല്ലോ, അത് ലോകദാസ് അത്രയും നന്നായിട്ട് എഴുതിയിരുന്നു. സുരേഷ് പീറ്റേഴ്സിന്റെ സംവിധാനമായിരുന്നു. അതെ, അതൊക്കെ തന്നെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു 35 years നമുക്ക് തന്നതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ സാറിൻ്റെ കൂടെ, ഭരതേട്ടൻ്റെ കൂടെ, അല്ലെങ്കിൽ ലോഹിയുടെ എത്ര സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്യാൻ സാധിച്ചത്, ജോൺസൻ്റെ എത്ര പാട്ടുകൾ പാടി അഭിനയിക്കാൻ സാധിച്ചു. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര. യേശുദാസിൻ്റെ ഗാനമേളയ്ക്ക് പോയിട്ട് ദൂരെ നിന്ന് നോക്കി ഇങ്ങനെ ശംഖുവാനന്ദ ഓഡിറ്റോറിയത്തിൽ ബോംബെ, അവിടെ ഞാനിങ്ങനെ ഈ ഗന്ധർവ ശബ്ദത എവിടെ നിന്ന് വരുന്നു ഭഗവാനെ, ഇതിലൊക്കെ പാടി അഭിനയിക്കാൻ കിട്ടുന്ന എന്തൊരു ഭാഗ്യമാണ്. ഒരു വരിയെങ്കിലും എനിക്ക് 100 പാട്ട ശബ്ദത്തിൽ പാടി അഭിനയിക്കുക, അതാണ് നമ്മുടെ അടിപൊളിയാണ്. അതാണ് ഇതേ കാറ്റഗറിയിൽ വരുന്ന ഒരു ചോദ്യം കൂടെ. കുസൃതി ചോദ്യമായിട്ട് ചോദിക്കുന്നത്, കുട്ടികളായിരുന്നു. പൊന്മുട്ടയിടുന്ന താറാവില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ രണ്ടും, ഇപ്പൊ തട്ടാൻ ഭാസ്കരനോട് നമ്മുടെ മനസ്സുകൊണ്ട് ഒരു അടുപ്പമുണ്ടെങ്കിലും പെങ്കൊച്ച് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയാണ്. ജയറാമേട്ടൻ ശരിക്കും കുറച്ചുകൂടെ നീതിബോധമുള്ള ഒരാളാണ്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടറിലെ ഉർവശി ചേച്ചിയുടെയും ഭാസ്കരൻ്റെയും തട്ടാൻ ഭാസ്കരൻ്റെയും ഇതിലേതിനോടായിരുന്നു കൂടുതൽ യോജിപ്പ്? ഒന്നും ഭാര്യയാണ്, ഭാര്യ ചെയ്ത ഒരു ഭാവം ഭയങ്കരമായിട്ടുള്ള ഇതാണ്. ആ സിനിമയുടെ ലാസ്റ്റ് ഫൈനൽ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ നേരം എഴുതി വെച്ചിരിക്കുന്നതും രഘുനാഥ് പലേരി എഴുതിയതിലുമെല്ലാം ഉർവശി കിട്ടി. ഞാൻ വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഒരൊറ്റ അടി കൊടുത്തിട്ട് ബാക്ക് ചെയ്ത് ഉർവശി ആ അടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സത്യേട്ടൻ ഇങ്ങനെ ചോദിച്ചു, എന്തിനാ ഒരു അടിക്കണോ, അപ്പോൾ അത് വേണോ, ഒരു ക്ഷമിച്ച് കളയുന്നതല്ലേ പവിത്രൻ്റെ ഇത്. അതിൽ ഡിസ്കഷൻ 2-3 മണിക്കൂറുണ്ടായിരുന്നു. സത്യേട്ടനാ പറഞ്ഞു, വേണ്ട അടിക്കണ്ട ചേട്ടാ, അത് വേണ്ട, വിട്ടേക്കത്. ഊർവശി തന്നെ പറഞ്ഞു, ഒരെണ്ണം പെടക്കണ്ടേ കിട്ട്, അതല്ലേ എൻ്റെ കറക്റ്റ്, അതിനൊരു സാധ്യത ഈ പെരുണ്ണാപുരത്തെ വിശേഷങ്ങളും നമ്മൾ പഴയ ശുഭയാത്ര ഇത് വിടാൻ പറ്റില്ല. ശുഭയാത്ര എന്ന് പറഞ്ഞാൽ ആ താക്കോൽ കളഞ്ഞു പോകുന്ന സംഭവമൊക്കെ ഇല്ലേ, ഒന്നത് പാർവതിയും കൂടെ ചേർന്ന് ഒരു സാധനമാണ്. ആ ചിത്രമൊക്കെ നടക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു റിലേഷനോട് പോകുന്നത്. ഒരുപാട് പേർക്ക് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളൊക്കെ നമുക്ക് ഇനിയും
മറക്കാൻ പറ്റാത്ത സിനിമകളായിട്ട് നിൽക്കുകയാണ്. ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ജയറാമേട്ടനുണ്ട്. ഇപ്പോൾ 90 മുതൽ 2000 വരെ നിൽക്കുന്ന ഒരു കത്തി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന രാജസേൻ എന്ന് പറയുന്ന യുഗം തന്നെ നിങ്ങൾ ഒരുപാട് CD ഉണ്ണികൃഷ്ണൻ, BA അയലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഓർക്കുമോ ഇങ്ങനെ ഒരു ഹീറോ? തീർച്ചയായിട്ടും അതൊക്കെ ഏറ്റവും ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ടൈമായിരുന്നില്ലേ. അത്ര നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ, അത്ര നല്ല റൈറ്റേഴ്സിൻ്റെ കൂടെ ഒരു സിനിമയിൽ 4-5 പാട്ടുകളുണ്ടാവും. അതിലേറ്റവും നല്ല പാട്ടുകൾ, ഏറ്റവും ലൊക്കേഷനിൽ ജയറാമേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ പഴയ സിനിമകളുടെ സെറ്റിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പഴയ അതാണ് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള പീരീഡ് തന്നെയായിരുന്നു അത്. ഈ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടലിലെ പാട്ടൊക്കെ നമ്മളിപ്പോഴും ആവണി. പിന്നെ ജയറാമേട്ടൻ്റെ ഒരു പ്രത്യേകതകളിലൊന്ന് നമസ്കാരം എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാനിടയ്ക്ക് കൈതപ്രസാദ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ സുമുഹൂർത്തമായി സ്വസ്തിയിൽ സീത വിട ചൊല്ലും ഈ വേളയിൽ എന്ന് പറഞ്ഞിട്ട് സുമുഹൂർത്തമായി സ്വസ്തി എന്ന് പറയുന്നില്ലേ, ഈ സ്വസ്തി ശരിക്കും സീത പറഞ്ഞത് ജയറാമേട്ടനൊക്കെ പറയുന്നത് പോലെ നമസ്കാരം. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ പൊക്കോട്ടെ, ഇതിലും വലിയ സ്ഥലം ഇല്ല, കാരണം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സീതയാണ് എല്ലാവരോടും പറയുന്നത് ഞാൻ പൊക്കോട്ടെ എന്ന് പറയുന്നത്. അത് ജയറാമേട്ടൻ പറയുന്നത് നമസ്കാരമാണെന്ന് പറയുമ്പോൾ കൈതപ്രസാദ് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. അതെന്തോ അങ്ങനെ വരും കേട്ടോ. അത് ഒരു സെറ്റിൽ പോയാൽ അത് അങ്ങനെ വന്ന് ഈ പടത്തില് മിഥുൻ അത് തന്നെയാണ്, അയ്യാ നമസ്കാരം. അതൊരു സിഗ്നേച്ചറായി മാറിക്കഴിഞ്ഞു അല്ലേ. എന്തോ ചിലപ്പോ സെന്തിലുമായിട്ട് ഞാൻ ഈ പടത്തിന് വന്ന അന്ന് തന്നെ സെന്തിലിന്റെ വീട് എവിടെയാ മറ്റേതൊക്കെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ തമ്മിൽ തമിഴിലാണ് സംസാരിക്കുക. അതിപ്പോഴും തമിഴ്. ഇനി എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം മലയാളത്തിൽ. പള്ളിച്ചലല്ലേ ശരിക്കും സ്ഥലം. ബാലവരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാലവരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ് കുറച്ച് പഠിക്കുമല്ലേ. പിന്നെ ജയറാമേട്ടൻ ആദ്യം തമിഴ് സംസാരിച്ച് തുടങ്ങും സെറ്റിൽ, പിന്നെ അത് അസോസിയേറ്റിലേക്ക് അങ്ങനെ ഇങ്ങനെ ഡയറക്ടർ എല്ലാവരും ആവും. ലാസ്റ്റ് ചായ കൊടുക്കുന്ന ആള് വരെ അയ്യാ ടീ. മിഥുനുമായിട്ട് എല്ലാം അവിടെ തമിഴ് സംസാരിച്ചു വന്നു. അത് എങ്ങനെയാണ്? അത് തേനി സാറ് തമിഴാണല്ലോ, അങ്ങനെ തുടങ്ങിയതാണ്. തേനി സാറ് തമിഴായതുകൊണ്ട് തേനി സാറിനോട് ഓരോ സെന്തിൽ ചോദിക്കും എന്തെങ്കിലും ജയറാമേട്ടനോട് ആ കോൺവെർസേഷൻ ഒന്ന് കാണാൻ വേണ്ടി. அப்படியெல்லாம் கிடையாது. ஐயா மிதுன், அந்த அடுத்த சீன்ல வந்து நான் நடந்து வரேன், இவர் என் பின்னாடி வரணுமா என் கூட வரணுமா இல்ல என் முன்னாடி நடக்குமா? நடக்கும்போது டயலாக் சொல்லணுமா? டயலாக் நீ பின்னாடி நடப்பா, போலீஸ் தானே, போ பின்னாடி போ. இல்ல சார், நான் அது கேட்கட்டுமே. சரி கேளுங்க. அதுதான் இങ്ങനെ എന്തെങ്കിലും சொல்றேன். அവിടുന്ന് നിങ്ങൾ நான் சொல்லி தரேன், நீங்க போலீஸ்லர் முன்னாடி நடக்கட்டும், செந்தில் கொஞ்சம் பின்னாடி நடாங்க, ஒரு அடி பின்னாடி போப்பா, அதுதான் அங்க நட. ஓகே.